ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകൾ. മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. മിനി മാസ്റ്റ് ലൈറ്റ് കാറ്റിൽ നിലം പതിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടു. മലയ്ക്കപ്പാറ തോട്ടപ്പുരം വ്യൂ പോയിന്റിൽ 30 അടി താഴ്ചയിലേക്ക് വീണ വിനോദസഞ്ചാരിയെ മലയ്ക്കപ്പാറ പോലീസ് രക്ഷപ്പെടുത്തി. പാവർട്ടി സ്വദേശി അർജുനെയാണ് രക്ഷപ്പെടുത്തിയത്. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിൽ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഭാരതപ്പുഴയിൽ മണൽക്കടത്ത് വ്യാപകം. ദേശമംഗലം ചങ്ങണാം കുന്നുകടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകളാണ്. പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സാ കാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചെവനപ്രാശം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സാ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകൂട്ടുകളുടെ അളവുകൾ നിശ്ചയിക്കുന്നത്. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷക്കാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. ദേവസ്വത്തിലെ മുൻനിര ആനകളായ നന്ദൻ, ഇന്ദ്രസേനൻ തുടങ്ങി 14 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മദപ്പാടിൽ നിന്ന് അയച്ച ശേഷമായിരിക്കും സുഖചികിത്സ നൽകുക. ആനത്താവളത്തിന്റെ വടക്കേ മുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുരുള നൽകി റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആനത്താവളത്തിന്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമുക്ക് ഈ കർക്കിടക മാസത്തെ എങ്ങനെയാണോ നമ്മളെല്ലാം ചികിത്സയ്ക്ക് പോകുന്നത് അതേപോലെ തന്നെയാണ് ആനയുടെ ആ സംഭവം കൂടി ചെയ്യാനുള്ളവരാണ്. അടുത്ത വർഷം നമ്മൾ ആന ചികിത്സ നടക്കുമ്പോൾ കുണത്തൂർ കോട്ട ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ നന്നായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗുരുവായൂർ ദേവസ്വം ആഗ്രഹിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോ വൻതാരലർന്ന ഹോസ്പിറ്റലിൽ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആനയ്ക്കുള്ള ഹോസ്പിറ്റൽ, ഇവിടുത്തെ അടിസ്ഥാനപരമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കുണത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് വലിയ തൃശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. ലൈറ്റ് കാറ്റിൽ നിലം പതിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്താണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ആയിരുന്ന സമയത്ത് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. കഴിഞ്ഞ മാർച്ചിലുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് ലൈറ്റ് നിലം പതിച്ചു. നിലത്തു വീണുകിടക്കുന്ന മിനി മാസ്റ്റ് ലൈറ്റ് തുരുമ്പെടുത്തും പുല്ലുമൂടിയും നശിക്കുകയാണ്. കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു മരം ഇവിടെ നിന്ന് മദ്രാസിന് വരെ മരം വീണ മരം ആ സാധനം ലൈറ്റിന്റെ മേലെ വീണ് പോയത്. പിന്നെ അതിനുശേഷം ഇവിടെ ആകെ ഇരുട്ടായിട്ട് നിൽക്കുക. അപ്പൊ അതൊന്ന് ശരിയാക്കി തന്നാൽ അത്ര നല്ലതാണ്.
മുപ്ലി പുഴയോരത്തുള്ള കാരിക്കടവ് ആദിവാസി ഉന്നതി പതിവായി കാട്ടാനശല്യം അനുഭവപ്പെടുന്ന സ്ഥലമാണ്. കാട്ടാനകൾ വീടുകൾക്കരികിലേക്ക് വരുന്നത് കാണാനും ഇവയെ പ്രതിരോധിക്കാനും ലൈറ്റ് സഹായകരമായിരുന്നെന്ന് ഉന്നതിയിലുള്ളവർ പറയുന്നു. വെളിച്ചില്ല വെട്ടില്ല പോയി ആകെ ഇരുട്ടായിട്ട് വേണ്ട സ്ഥലമാണ്. അവരോടൊന്നും വേറെ ശരിയാക്കി തരാൻ പറയും. നിങ്ങള് എനിക്ക് പറയാനുള്ളൂ. തകർന്ന മിനി മാസ്റ്റ് ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കി എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് ഉന്നതിയിലുള്ളവരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. അതിരപ്പിള്ളി തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലയ്ക്കപ്പാറ പോലീസും വനം വകുപ്പും വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. പാവർട്ടി സ്വദേശി കാരമക്കിൽ വീട്ടിൽ 55 വയസ്സുള്ള അർജുനെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വ്യൂ പോയിന്റിൽ കാഴ്ചകൾ കാണുന്നതിനിടെ അബദ്ധത്തിൽ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. അഗാധമായ ഗർത്തത്തിലേക്ക് വീണ അർജുനന്റെ നിലവിളി കേട്ട് എത്തിയവരാണ് പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചത്. 30 അടി താഴ്ചയിലേക്ക് വീണ അർജുനെ മലയ്ക്കപ്പാറ SI ജെയ്സനും വനംവകുപ്പ് വാച്ചർ ഗിരീഷും വിനോദസഞ്ചാരികളുടെ വാഹനം ഓടിച്ച ബസ് ഡ്രൈവർ അനുരാജും ചേർന്നാണ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. നിസാര പരിക്കേറ്റ അർജുനനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പള്ളിമേപ്പുറം സൈദാലി ഹാജി റോഡിൽ വലിയ ശബ്ദത്തോടെ കാറ്റ് വീശിയടിച്ചു. പലയിടങ്ങളിലും വലിയ മരങ്ങൾ കടപുഴകി വീഴുകയും കൊമ്പുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. മരം വീണ് പരപ്പിൽ താൽക്കാലിക ഷെഡിന് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡംഗം ആമിന സുലൈമാൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. ഒരിടവേളയ്ക്ക് ശേഷം ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്ത് വ്യാപകമാകുന്നു. ദേശമംഗലം ചങ്ങണാംകുന്ന് കടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വറവട്ടൂർ സെന്ററിന് സമീപത്ത് നിന്ന് പുഴമണലും ടിപ്പർ ലോറിയും പിടിച്ചെടുത്തത്. പോലീസിനെ കണ്ടതോടെ ഡ്രൈവറും സഹായിയും വാഹനം ഉപേക്ഷിച്ച് പുഴയിലേക്ക് ഇറങ്ങിയോടി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് SI ആന്റണി ക്രോംസൺ അരൂജ പറഞ്ഞു. അന്തിക്കാട് ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്ന ചൊവ്വല്ലൂർ സ്വദേശി കബീറിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ MLA CC മുകുന്ദന്റെ സഹോദരൻ ലോട്ടറി വിൽപ്പനക്കാരനായ നടരാജൻ, പ്രിയ എന്നിവരിൽ നിന്നാണ് ഇയാൾ ടിക്കറ്റുകൾ കവർച്ച ചെയ്തത്. പ്രതിയെയും കൊണ്ട് പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർച്ച ചെയ്ത കേസിലാണ് ചൊവ്വല്ലൂർ പുളിച്ചാരം വീട്ടിൽ കബീറിനെ അന്തിക്കാട് പോലീസ് ഗുരുവായൂരിൽ നിന്ന് പിടികൂടിയത്. രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി മുൻപും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിഷ്ണു, ASI കൃഷ്ണകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, ഗോപകുമാർ, കൃപാഷ്, കൃഷ്ണദാസ്, ഡ്രൈവർ സാജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി ഇരട്ടക്കുളം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ആഗ്ര സ്വദേശി രൂപേന്ദ്ര സിംഗാണ് മരിച്ചത്. സെൻട്രൽ GST കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കരുവന്നൂർ സ്വദേശി നെടുമ്പൂരയ്ക്കൽ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് 6 മാസത്തേക്ക് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ T ദിലീഷ്, സബ് ഇൻസ്പെക്ടർ T അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരുമ്പിലാവ് കടവല്ലൂർ വടക്കുമുറിയിൽ വയോധികനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മാനം കണ്ടത്ത് വീട്ടിൽ അലിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പാണ്ടരത്ത് വീട്ടിൽ സിറാജ്, ഷെറിൽ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
വാർത്തയിലേക്ക്. വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി പൂരാടൻ വീട്ടിൽ ഭഗീഷ്, തമ്പാൻകടവ് സ്വദേശി തന്നിപ്പാറൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 6-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തളിക്കുളം നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ ഗുണ്ടുകളും പടക്കങ്ങളും പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ക്യാഷറായിരുന്ന ത്രിദീപൻ 1 കോടിയോളം രൂപ തട്ടിയെടുത്ത സംഭവം കൌൺസിൽ യോഗം ചർച്ച ചെയ്തു. തട്ടിപ്പിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും പങ്കുള്ളതായി LDF കൌൺസിലർമാർ ആരോപിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. നഗരസഭയ്ക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ചെയർമാൻ MP ജാക്സൺ വിശദീകരിച്ചു. ത്രിദീപന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പണം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുത്തൂരിൽ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തും കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. കൂട്ടമായി ഇറങ്ങുന്ന കാട്ടുപന്നികൾ പ്രദേശത്തെ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. രാത്രിയിൽ റോഡുകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ വാഹനാപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിന്റെ വൻ മദ്യശേഖരവുമായി ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം സാഹസികമായി പിടികൂടി. വെള്ളാങ്കല്ലൂർ വടക്കുംകര വെള്ളാഞ്ചിറ കോളനി സ്വദേശി തുരുത്തിയിൽ വീട്ടിൽ സതീഷാണ് പിടിയിലായത്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 12 ലിറ്റർ വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അപൂർവ ബലവൃക്ഷങ്ങളുടെ വിസ്മയ ലോകം തീർത്ത ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചാലിശ്ശേരിക്കാരൻ പുലിക്കോട്ടിൽ ജിജു. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടവുമായി എറണാകുളത്തെത്തിയ ജിജു വടുതല ഗ്രീൻ ഗാർഡനിൽ താമസമാക്കിയ ശേഷമാണ് സ്വന്തം ഭൂമിയെ ഒരു അപൂർവ ഫലവൃക്ഷ ശേഖരമാക്കി മാറ്റിയിരിക്കുന്നത്. എറണാകുളത്ത് 3 ഇടങ്ങളിലായി 1/2 ഏക്കർ ഭൂമിയിലാണ് ജിജുവിന്റെ കൃഷിത്തോട്ടം. വിവിധയിനം റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, 15-ലധികം മാവുകൾ, 10-ലധികം പ്ലാവുകൾ, വ്യത്യസ്തങ്ങളായ ചാമ്പയ്ക്ക, അരിനെല്ലി, പേര, സപ്പോട്ട, നാരകം, വെളുത്ത ഞാവൽ ഇങ്ങനെ നീളുന്നു ഫലവൈവിധ്യം. ഒരു കാലത്ത് രാജകൊട്ടാര വളപ്പുകളിൽ മാത്രം കൃഷി ചെയ്യാൻ അനുമതിയുണ്ടായിരുന്ന കൈപ്പൽ ഒരു പഴം കഴിച്ചാൽ 2 മണിക്കൂർ വരെ പുളിയുള്ള ഭക്ഷണങ്ങൾ പോലും മധുരമായി അനുഭവപ്പെടുന്ന മിറാക്കിൾ ഫ്രൂട്ട്, പ്രമേഹ രോഗികൾക്ക് ഗുണകരമെന്ന് കരുതപ്പെടുന്ന മങ്കോട്ട ദേവ, മുള്ളാത്ത, ജംബോട്ടിക്ക, ബനാന മാങ്ങ, മൾബറി, ക്രാബ് ആപ്പിൾ, ബുഷ് ഓറഞ്ച്, ഡുക്കോങ് പഴങ്ങൾ തുടങ്ങി കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ തോട്ടത്തിലുണ്ട്. പുറത്തുനിന്ന് വിഷമടിച്ച മുന്തിരി വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ വീടുകളിലും നമുക്ക് വേണമെങ്കിൽ ഈ മുന്തിരി ഉണ്ടാക്കാം. വേപ്പിപ്പിണ്ണാക്കും എല്ലുപൊടി ഇട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് പൂക്കും. വർഷത്തിൽ 2 പ്രാവശ്യം വരെ നമുക്ക് മുന്തിരി ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മള് ഓരോ കൊലകളും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്, കിളികളും മറ്റും കൊണ്ടുപോകാതിരിക്കാനായിട്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ജിജു കൃഷി ചെയ്യുന്നു. കൃഷിയിടത്തിൽ ജൈവ സൗഹൃദ രീതികളാണ് പിന്തുടരുന്നത്. ഭാര്യ ബിന്ദുവും മക്കളായ ബിസ്നിയും ജിസ്നിയും മരുമകൻ സുനിലും നൽകുന്ന പ്രോത്സാഹനമാണ് ഈ 57-കാരന് കൃഷിയോടുള്ള അർപ്പണബോധത്തിന് ശക്തി പകരുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. പാവർട്ടി മരുതയൂർ മേഖലയിൽ കുറുനരിയുടെയും തെരുവ് നായ്ക്കളുടെയും ആക്രമണത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പട്ടിക്കാട് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ YM സുധീറും DFO KR ഷിജിയും ഉൾപ്പെട്ട സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. പ്രദേശത്തെ സാഹചര്യം നേരിൽ വിലയിരുത്തിയ ഉദ്യോഗസ്ഥർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയും നിർദ്ദേശവും ലഭിച്ചാൽ മാത്രമേ പിടികൂടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് വ്യക്തമാക്കി. കുറുനരിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി സംശയിക്കുന്ന പൊന്തക്കാടുകളും കുറ്റിക്കാടുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT ഉമ്മർ സലീം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BJ വർഗീസ് എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. തെരുവുനായ ശല്യത്തെ തുടർന്ന് 2 ദിവസങ്ങളിലായി അവധി പ്രഖ്യാപിച്ചിരുന്ന ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പഠനം പുനരാരംഭിച്ചു. സ്കൂൾ കോമ്പൌണ്ടിൽ ഉണ്ടായിരുന്ന തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെയാണ് സ്കൂളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായത്. 8ഓളം തെരുവുനായ്ക്കളെ പിടികൂടിയതോടെയാണ് സ്കൂൾ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചത്. സ്കൂൾ പരിസരത്ത് തെരുവുനായ്ക്കൾ പ്രസവിച്ചതും വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണ ഭീഷണി ഉയർന്നതുമാണ് രക്ഷിതാക്കളിൽ ആശങ്കയ്ക്കിടയാക്കിയത്. തുടർന്ന് നായ്ക്കളെ പൂർണ്ണമായും പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കൾ.
കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ കടിക്കുകയും പിന്നീട് ആ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ പരിസരത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ എറണാകുളം സ്വദേശി 49 വയസ്സുള്ള ജോർജ് P. ജോസഫാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറിയ ബസ് ലോറി ഉപയോഗിച്ച് പുറകോട്ട് വലിച്ച് കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. വരവൂരിൽ കോഴിക്കൂട്ടിൽ കയറി മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങി. വരവൂർ ചരലിൽ പീടികയിൽ അലിയുടെ വീട്ടിൽ നിന്നാണ് 6 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. സർപ്പ വളണ്ടിയർ പ്രേംദാസ് പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ ഇലക്ട്രിക് വൈദ്യുതി ലൈനിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടിച്ചത്. തീപിടുത്തമുണ്ടായ ഉടനെ ചാലക്കുടി പ്രസ് ക്ലബ് ഭാരവാഹികൾ വിവരം KSEB ഓഫീസിൽ അറിയിച്ചു. ഉടനെ തന്നെ AE EK തിലകൻ ഇടപെട്ട് സൌത്ത് ജംഗ്ഷനിലെ ഫീഡർ ഓഫ് ചെയ്തു. ഇതിനിടയിൽ അഗ്നിശമന സംഘമെത്തി തീയണച്ചു. ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ പഞ്ചായത്തിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സമിതി രൂപീകരിക്കാൻ യോഗം ചേർന്നു. അന്തിക്കാട് SHO കേഴ്സൺ V. മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, സെക്രട്ടറി സച്ചിൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ്, ജനമൈത്രി സമിതി പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി, സെക്രട്ടറി മിനി പയ്യപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര KSEB സെക്ഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ക്ലാസിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര KSEB സെക്ഷനിലെ ഓവർസിയർ AM സുധീർ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത തോമസ്, CDS പ്രതിനിധി PH ഹസീന തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ BJP ജനപ്രതിനിധികൾ സത്യഗ്രഹം നടത്തി. മരുതയൂർ തീരദേശ മേഖലയിലെ കുറുനരി ആക്രമണത്തിന്റെ പരിഹാരം കാണുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. BJP പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജീവ്, KK ഷീല എന്നിവർ നേതൃത്വം നൽകി. നേതാക്കളായ പ്രവീൺ പറങ്ങനാട്ട്, സബീഷ് മരുതയൂർ, MR വിശ്വൻ, ബിജു പട്ടിയാമ്പുള്ളി, K സച്ചിനാഥൻ, TT പ്രഭിത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജ് മലയാള വിഭാഗത്തിന്റെയും ചേറൂർ ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സർഗസദസ്സ് സംഘടിപ്പിച്ചു. ചേറൂർ വായനശാല ഹാളിൽ നടന്ന പരിപാടി എഴുത്തുകാരി TG അജിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് മോഹനൻ പറത്തിൽ അധ്യക്ഷത വഹിച്ചു. കവിയും ചരിത്രകാരനുമായ ജോയ് ചിറമേൽ മുഖ്യാതിഥിയായിരുന്നു. മലയാളം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ K നിഷ ഫ്രാൻസിസ്, കോർഡിനേറ്റർ ഡോക്ടർ R രമ്യരാജൻ, സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ഏഞ്ചൽ മറിയ, നക്ഷത്ര ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. സ്മാർട്ട് കിഡ്സ് സ്മാർട്ട് ഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി IMA കുന്നംകുളം യൂണിറ്റും മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സീനിയർ എഡിറ്റേഴ്സ് ഫോറവും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി.
IMA ജില്ലാ പ്രസിഡന്റ് താജ്പോൾ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ സി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ സന്ദേശം നൽകി. M. ബിജുപാൽ, ഫൻസിയ ഫിജോ, TK മയാഖ, എലിസബത്ത് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും വേൾഡ് കപ്പ് റാലിയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. മണത്തല ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക ജയലക്ഷ്മി, നഗരസഭാ കൌൺസിലർമാരായ മുഹമ്മദ് ആരിഫ്, മുഹമ്മദ് ആസിഫ്, PI വിശ്വംഭരൻ, KV സന്തോഷ്, തനൂജ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്കുള്ള വാഹനം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മീന സുനിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR പ്രതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ നൌഷിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, സെക്രട്ടറി KV സുനിത എന്നിവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അധ്യക്ഷനായി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിവിധയിനം കൃഷിത്തൈകളുടെ വിതരണവും വീടുകളിൽ തന്നെ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന നാടൻ ഭക്ഷണങ്ങളുടെ പ്രദർശനവും ചന്തയിൽ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NS സജീഷ്, PK യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. സുധാദേവി, പഞ്ചായത്ത് അംഗങ്ങളായ CM B. വാത്തുക്കുട്ടി, PM നാസർ, VK പുഷ്പ, പ്രീതി ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടേഴ്സ് ദിനം തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജൂബിലി മിഷൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ അലീന ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PJ ജോഫി അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരായ അലീന ജെയിംസ്, ഷമീമ സനൌല്ല, സിദ്ധരവി, അശ്വിനി ശ്യാം എന്നിവരെ ആദരിച്ചു. പ്രധാന അധ്യാപകൻ ജോവൽ V. ജോസഫ്, കൺവീനർ TJ ബീന, ജൂബിലി മിഷൻ കമ്മ്യൂണിറ്റി മെഡിസിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻസൺ എബ്രഹാം, ജീന മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ഡേയിൽ നന്ദിക്കര വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ പറപ്പൂക്കര അസീസി ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PC ഭരതൻ, സെക്രട്ടറി ബിജു പയ്യപ്പള്ളി, ട്രഷറർ ജോയ് തെക്കേക്കര, ക്ലബ്ബ് അംഗങ്ങളായ ജോമി ജോൺ, KK രവീന്ദ്രൻ, M. ശിവദാസൻ, TO പോൾ, KR വിശ്വനാഥൻ, R. വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് തോമസ് കപ്പേളയിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് സമ്പാളൂർ പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ വചന പ്രഘോഷണം നടത്തി. വെള്ളിയാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടിയേറ്റ ചടങ്ങിന് സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി തോമസ് കുന്നത്തൂർ, ജനറൽ കൺവീനർ VM ജോണി എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് പഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു. ചന്തപ്പടിയിൽ നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിക്കും. ഈ മാസം 5-ന് ഞാറ്റുവേല ചന്ത സമാപിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PS ഷജിത്ത്, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, കൃഷി ഓഫീസർ ലക്ഷ്മി K. മോഹൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കോടശ്ശേരി കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡ് 300 മീറ്റർ ദൂരം കുഴിയും ചെളിയും നിറഞ്ഞ യാത്ര ദുസ്സഹമായി. ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ള സമാന്തര പാതയാണിത്. റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോട് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KM ജോസ് ആവശ്യപ്പെട്ടു.
സംസ്ഥാന കാർപ്പന്റേഴ്സ് അസോസിയേഷൻ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച മെമ്പർമാരുടെ കുട്ടികളെ ആദരിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ മുണ്ടത്തിക്കോട്, സെക്രട്ടറി രാധാകൃഷ്ണൻ വെങ്ങിലശ്ശേരി, സജീഷ് പുദ്രുത്തി, സുരേഷ് പുദ്രുത്തി, അരുൺകുമാർ വേലൂർ, ബാബു മുണ്ടത്തിക്കോട്, ജനാർദ്ദനൻ അരവൂർ, ജയൻ തിച്ചൂർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രൈമറി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി, PTA പ്രസിഡന്റ് ഫിറോസ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,905 രൂപ, പവന് 1,03,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകൾ. മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. മിനി മാസ്റ്റ് ലൈറ്റ് കാറ്റിൽ നിലം പതിച്ചിട്ട് 1 വർഷം പിന്നിട്ടു. മലയ്ക്കപ്പാറ തോട്ടപ്പുര വ്യൂ പോയിന്റിൽ 30 അടി താഴ്ചയിലേക്ക് വീണ വിനോദസഞ്ചാരിയെ മലയ്ക്കപ്പാറ പോലീസ് രക്ഷപ്പെടുത്തി. പാവർത്തി സ്വദേശി അർജുനെയാണ് രക്ഷപ്പെടുത്തിയത്. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിൽ മിന്നൽ ചുഴലി, നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഭാരതപ്പുഴയിൽ മണൽക്കടത്ത് വ്യാപകം. ദേശമംഗലം ചങ്ങണാം കുന്നുകടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.